നമ്മളിങ്ങനെ നടന്നു വന്നപ്പോഴാട്ടോ കണ്ടത് കൂണ് മുളച്ച് നിക്കണ്. കാലത്തെ ഇല്ലായിരുന്നു. കൂണ് വേണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാട്ടോ. അപ്പൊ കൂണ് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ കറക്റ്റ് ദിവസം തന്നെ കൂണ് കിട്ടി. ഇതിലേ വന്നപ്പോ കാലത്തെ ഇല്ലായിരുന്നു. ഇപ്പൊ ഉച്ച തിരിഞ്ഞപ്പോ ഇതിലേ വന്നപ്പോ കൂണ്, അത് പറമ്പൻ കൂണോ, ഒന്നാം തരം കുടക്കൂണാട്ടോ. പറിക്കട്ടെ? പൊട്ടിപ്പോരുന്നേ, ഫ്രഷ്. അതെ, ഒട്ടും അഴുക്കില്ല, ഫ്രഷ് കൂണ്. പറിച്ചു വെക്കട്ടെ. ഇതിങ്ങനെ പൊട്ടിപ്പോരും. കാരണം ഇത് മണ്ണ് ഇത് അധികം പൊട്ടിയില്ല. മണ്ണ് ഇളക്കയില്ലല്ലോ, കല്ല് പിടിച്ചിരിക്കുമല്ലോ മുറ്റത്തല്ലേ. ഓ, ഞാനിത് കണ്ടതാ. അപ്പൊ എനിക്കിത് കഴിക്കാൻ പറ്റിയ കൂണാണെന്ന് അറിയില്ലായിരുന്നു. നിന്റെ മിക്സ് തുളസി എടുത്ത് വെയിലത്ത് വെച്ചപ്പോ ഇല്ലായിരുന്നു. ഇപ്പൊ അകത്തേക്ക് ഷെഡിലേക്ക് കയറ്റി വെക്കാൻ നേരത്ത് വന്നപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്. കാലത്തെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പുറത്തേം കൂടെ പറിക്കാം. അവിടെ എവിടെയാ നോക്കട്ടെ. അവിടെ തുളസിക്കൂട്ടങ്ങൾ കണ്ടോ? നിന്റെ മുറിയുടെ മൂലയില് നീ അതെ, ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് എന്റെ റൂമിന്റെ താഴെ കേട്ടോ. താഴെ തന്നെ നേരെ ജനല. ഞാൻ കൂണ് കഴിക്കണമെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും കൂണുണ്ടായോ. നിന്റെ ജനലിന്റെ അവിടെ, നിന്റെ ജനലിന്റെ താഴെ, ഇവിടെ നിന്റെ ജനലിന്റെ താഴെ. ഓരോന്നെ പറിക്കട്ടെ. ഈ ശരിക്കും ഈ കൂൺ അപ്പുറത്തൊന്ന് പറിക്കും. അത് ഞാനെന്നാ കാണിച്ചു തരാം. അല്ലേ, ഇവിടെ നിന്നല്ലേ? അത് കൈ കിട്ടൂലെന്നേ അങ്ങനെ. ഫ്രഷ് കൂണ്. അടിപൊളി 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 അടിപൊളി. എന്താ അങ്ങനെ കമത്തി വെക്കണേ? മണ്ണ് ഇതിൽ മണ്ണല്ലേ, അല്ലെങ്കിൽ പിന്നെ ഉടഞ്ഞു പോകും. അത് ഈ കൂണിൻ്റെ ഈ മുകൾ ഭാഗം ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ്, വിരിഞ്ഞത് കൊണ്ടേ. അതുകൊണ്ടാണ് അങ്ങനെ വെക്കണത്. ഇടിച്ചിട്ട് പറിക്കണം. അത് വിട്ടിരിക്കുവായിരുന്നത്. ഇച്ചിരി ചുവന്നുള്ളിയൊക്കെ കൂടുതൽ ചേർത്ത് തേങ്ങയൊക്കെ ഇട്ട് തോരൻ പോലെ. കാണിച്ചേ. ഇത് ശരിക്കും കണ്ടു. അടിപൊളി. വെക്കട്ടെ. പണ്ട് കൂണ ഫുൾ വൈറ്റ് കളർ അല്ലായിരുന്നു? അല്ല, ഇത് പറമ്പൻ കൂണ്. ഈ നിറം, പറമ്പിന്റെ നിറം. വൈറ്റ് കളറുള്ള കൂണിന് പറയണ വെള്ളാരം കൂണ്, വെളുത്ത നിറം. അത് ഉണ്ടായിക്കഴിഞ്ഞ ഒരു പ്രദേശം നിറച്ചു കാണും. മൂലയില്. ഇപ്പൊ ഇത് പറമ്പൻ കൂണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടി വലിപ്പം ഉണ്ടാവാറുണ്ട്. 2-3 ഒക്കെ ആയിട്ടേ ഉണ്ടാകാറുള്ളൂ. ഇത് ചെറുതായതുകൊണ്ടായിരിക്കും കുറച്ചധികം ഉണ്ട്. ഏതായാലും പക്ഷെ ഒന്ന് തൊടാനേ ഉള്ളത്. തേങ്ങയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ട് നമുക്ക് തോരനാക്കാം. ഞാനിങ്ങനെ നോക്കിയപ്പോ നല്ല കുറെ കൂണ്. എനിക്ക് വലിയ സന്തോഷം. ഇപ്പൊ തന്നെ നന്നാക്കാൻ പോയത്. എടുക്കണം. അടിപൊളി. കുറച്ച് ഉള്ളിയൊക്കെ ചേർക്കാം നമുക്ക്. ചുമന്നുള്ളി. പിന്നെ ഇതൊട്ടും ഉണ്ടാവൂല. ചുമന്നുള്ളി ചേർത്താൽ നല്ല ടേസ്റ്റാ. തേങ്ങ ഇട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ കൂണ്. ശരി, ഓട്ടെ. പറിച്ച കൂണ് ഞാൻ ക്ലീൻ ചെയ്ത് ഇച്ചിരി ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചതാ. അപ്പൊ ഞാൻ അതിന്റെ ഒരു കൂണിന്റെ ഒരു സ്വല്പം ക്ലീൻ ചെയ്യണ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാട്ടോ. നേരത്തെ 1-2 കൂണിന്റെ ഇത് ചെയ്തപ്പോ നമ്മളത് കാണിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പൊ എടുക്കുമ്പോ ഒന്ന് കാണിക്കണമല്ലോ. അത് കാരണം എടുത്തതാട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാ ക്ലീൻ ചെയ്യണേന്ന് പറയാം. ഇതിങ്ങനെ അടർത്തുക. എന്നിട്ട് ഞാൻ കൈ കൊണ്ട് അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊളിക്കും. ഇച്ചിരി അതിലിപ്പോൾ ഇരുന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. മാലിന്യമൊന്നും ഇല്ല അതിൻ്റെ പുറത്ത്. മാലിന്യങ്ങൾ വഴുകൽ പോലെ ഉണ്ടെങ്കിൽ മൊത്തം അത് കളയണം കേട്ടോ. അങ്ങനെ എടുക്കുക. ഇത് കണ്ടോട്ടോ. ഈ ഭാഗം കണ്ടോ. അങ്ങനെ അങ്ങ് പൊളിച്ചാൽ മതി. മഴയൊക്കെ ഇപ്പോൾ ഇത് ഒരുപാട് നിൽക്കുവാണെങ്കിൽ മെനകേടായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഭാഗമൊക്കെ കംപ്ലീറ്റ് ചുരണ്ടി നമ്മൾ കളയണം. അങ്ങനെ വേണ്ട. ഇനി ചുമ്മാ ചെഞ്ചിട്ടിട്ട് കാണിക്കണ്ടേ. കത്തി മാറ്റാം. കത്തിയുടെ ഒന്നും ആവശ്യമില്ല. ഇട്ടാൽ മതി. ഇച്ചിരി നേരം മഞ്ഞൾ പുരട്ടി എപ്പോഴും വെക്കണം. ഇതേയും വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറമ്പിൽ നിന്ന് പറിക്കണല്ലേ. അപ്പം അത് പോയി കിട്ടാൻ വേണ്ടി മഞ്ഞൾ പുരട്ടി വെക്കണം കേട്ടോ. അപ്പം ഞാനതാ മഞ്ഞളൊക്കെ തിരുമ്മി റെഡിയാക്കി കൊണ്ടുവരാം. ആ കൂണ് നന്നാക്കി കഴിഞ്ഞപ്പോൾ അത്രയല്ലേ ഉള്ളൂ. ഇനി അത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു നുള്ളേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാനത് കാരണം ഒരു കുഞ്ഞ് സവോള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് അതിൻ്റെ കൂടെ ചേർക്കാം. പിന്നെ തേങ്ങ ഇച്ചിരി അധികം എടുത്ത്. കാരണം ഒട്ടും ഉണ്ടാവൂലെന്ന്. അല്ലെങ്കിൽ ഒരാൾക്ക് പോലും കഴിക്കാൻ 1 സ്പൂൺ ഉണ്ടാവൂല തേങ്ങ. പിന്നെ ഇച്ചിരി വേപ്പില. പിന്നെ നമുക്ക് ചതച്ച മുളക് പൊടി ചേർക്കാം. പിന്നെ മറ്റു ഉള്ളികളൊന്നും ചേർക്കണ്ട. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള ഉള്ളി ചേർക്കണുണ്ടല്ലോ. അപ്പം ഈ ഉള്ളി മതി. ഇത്രയല്ലേ സാധനമുള്ളൂ. അപ്പം നമുക്ക് അതൊക്കെ കഴുകി ശരിയാക്കി കൊണ്ടുവരാം. പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കണം കേട്ടോ ഉണ്ടാക്കുമ്പോൾ. അത് നമുക്ക് കാണിക്കാം.
ഓൾറെഡി മഞ്ഞൾ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. മഞ്ഞളിട്ട് വെക്കണം, ഞാൻ പറഞ്ഞില്ലേ മഞ്ഞൾ പുരട്ടി കുറച്ച് നേരം ഇരിക്കണം. ഞാൻ ഇച്ചിരി ഉപ്പും മഞ്ഞളും കൂടെ പുരട്ടിയേ വെച്ചേ. പറമ്പിൽ നിന്ന് പറിക്കണായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിഷാംശം ഉണ്ടെങ്കിൽ പോകാനാണ് അങ്ങനെ പുരട്ടി വെക്കണേ. മഞ്ഞൾ നിർബന്ധമായിട്ട് പുരട്ടി നമ്മൾ കുറച്ച് നേരം വെക്കണം. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. നമ്മൾ പറിച്ചപ്പോൾ എത്ര എണ്ണമായിരുന്നു അല്ലേ, കുഞ്ഞു കുഞ്ഞുള്ള. അപ്പം ഇനി വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പകുതി പോലും ഉണ്ടാവില്ല. അതാ ഇച്ചിരി തേങ്ങ കൂടുതൽ എടുത്തേക്കണം കേട്ടോ. അപ്പം നമ്മൾ ചീനച്ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൂണ് ഫ്രൈ ചെയ്യാൻ പോവാ കേട്ടോ. ഒരു തരി കടുക് ഇട്ടേക്കാം, എണ്ണ ഒന്ന് മൂത്ത് വന്നതിന് വേണ്ടി. ഇത് പൊട്ടുമ്പോൾ നമുക്ക് തേങ്ങയും എല്ലാ ഐറ്റവും ഒന്നിച്ച് ചേർക്കാം. ഇതിന് ഒരു നുള്ളല്ലേ ആകപ്പാടേ ഉള്ളൂ. ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന കൂണിൻ്റെ അത്രയും ടേസ്റ്റ് മേടിക്കുന്ന കൂണിനില്ല കേട്ടോ. കാര്യം കൂണൊക്കെ മേടിക്കാൻ ഇഷ്ടം പോലെ അവൈലബിളാണ് അല്ലേ, പക്ഷെ ഇതുപോലത്തെ ടേസ്റ്റ് കിട്ടൂല. അതേ പൊട്ടുമ്പോൾ ഇടാനുള്ള ഐറ്റംസ്: ചതച്ച മുളക് പൊടി ഒരു നുള്ള, സ്വല്പം മഞ്ഞൾപ്പൊടി, തേങ്ങ, സവോള ഉള്ളി, വേപ്പില. അത് കഴിഞ്ഞിട്ട് കൂണ് കൂടെ. എനിക്ക് വലിയ ഇഷ്ടമാണ് കൂണ് തോരൻ. എനിക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് പണ്ട് ഈ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് അവിടെയൊക്കെ കൂണ് പറിക്കാൻ പോണത് ഓർക്കണം. പറമ്പില രാവിലെ നേരം വിളക്കുമ്പോൾ ഈ ഇടി കുടുങ്ങണ സമയത്ത് ഉണ്ടാവൂത്. ഇപ്പം അതൊക്കെ കുറവല്ലേ കൊച്ചേ, അതാണ്. ഇടുവാണേ, ഓരോന്നോരോന്ന് ഇടുക. കടുക് പൊട്ടി എല്ലാം അങ്ങ് ഇടുക കേട്ടോ. അങ്ങനെ ഇന്നതൊന്നുമില്ല. കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തേങ്ങയൊക്കെ ഒതുക്കിയൊക്കെ ചേർത്താൽ നല്ലത്. ഇതിപ്പോൾ ഒരു നുള്ളിന് വേണ്ടി അതിൻ്റെ അത്രയ്ക്കുള്ള ഇതില്ലല്ലോ ഇത് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറ് കേട്ടോ. ഒരു മതി, കാരണം വേകുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല. നമുക്ക് ക്ലീൻ ചെയ്ത് മഞ്ഞൾ പുരട്ടി വെച്ചിട്ട് കഴുകിയെടുത്ത് കൂണിതിലേക്ക് ചേർക്കുക. സ്വല്പം ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. ഈ കൂടെ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് പുരട്ടിയാണ് ഞാൻ മഞ്ഞളിൻ്റെ കൂടെ വെച്ചെങ്കിൽ ഒരു കഴുകി കളയുമ്പോൾ അത് പോകും. അപ്പോൾ ഇതിന് തേങ്ങയ്ക്ക് ഇതിനുള്ള ഉപ്പ് സ്വല്പം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തേക്ക് നമുക്ക് മൂടി പൊത്തി വെക്കാം കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് മതി വേവാൻ. അത്രയേ ഉള്ളൂ, തോരനല്ല. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ചുങ്ങുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കൊടുക്കുമല്ലോ. പിന്നെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു നല്ല കാണും. ബൗളിലേക്ക് കോരി ഇടാം കേട്ടോ. അതെ, താഴെ വീണ് പോകാതെ ഞാൻ അങ്ങനെ വെച്ചത്. ഞാനീ പറഞ്ഞില്ലേ ഇച്ചിരി തേങ്ങയൊക്കെ കൂടുതൽ ചേർത്ത് അളവ് ഒട്ടും ഇല്ലല്ലോ, ചുങ്ങൂല്ലേ. അത് കാരണം ഇത് സവോള ഉള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത്, അല്ലെങ്കിൽ ഒട്ടും പൊലിമ സാധനം ഉണ്ടാവില്ല. അതുകൊണ്ടാട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ പറഞ്ഞില്ലേ പറമ്പ് കൂണിന് എത്രയും രുചി വെള്ളാരം കൂണ് ഇത്രയും ടേസ്റ്റ് കിട്ടൂല. വെളുത്ത കൂണ് അതിന് വെള്ളാരം കൂണെന്നാണ് പറയുന്നത്. ഇത് പറമ്പം കൂണ്. കൂൺ ഇഷ്ടമുള്ളവർ ആരൊക്കെയാ? നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ കൂണ്. ഈ പണ്ടത്തെ ഒരു നൊസ്റ്റുമാണ് ഇപ്പോഴും കൂണ് കേട്ടോ. പണ്ട് മഴ ഇടികൂടി മഴ പെയ്ത് കഴിയുമ്പോഴേക്കും പിറ്റേ ദിവസം ഓടി എണീറ്റ് പോയി നോക്കും പറമ്പിൽ കൂണുണ്ടായിട്ടുണ്ടോ. പഴയ ആൾക്കാർ സ്ഥിരം നോക്കും അത്. ഇപ്പൊക്കെ ഭയങ്കര അപൂർവമാണ് ആ സംഗതി. പക്ഷെ പണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു മതിലേല് നിറയെ വെള്ളാരം കൂണ് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത്. മുട്ടുകൂണ് അമ്മ എപ്പോഴും പറയും, മുട്ടുകൂണ് പറിച്ചാൽ മതി എന്ന് പറയും. മുട്ടിന് നല്ല രുചിയാ. ഇങ്ങനെ ഉണ്ടാക്കണ ഈ ചീനച്ചട്ടിയില്ലേ, ഈ ചീനച്ചട്ടിയില് ചോറ് തൂത്ത് ഉണ്ണും. നല്ല രുചിയാ. പഴയ ഭക്ഷണങ്ങള് അല്ലേ? അതെ.